അസ്സലാമലൈക്കും. ഹായ് ഫ്രണ്ട്സ്, ആർസ്റ്റിന് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ചെങ്കോട്ടൊന്നും അല്ല കേട്ടോ, ഇത് കൊട്ടപ്പുറം ജാമിയ സലഫിയ എന്ന സ്ഥാപനത്തിൻ്റെ അടുത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇത് അതിൻ്റെ ഗേറ്റ് നോക്കൂ, ചെങ്കോട്ട മാതിരിയാണ് നിൽക്കുന്നത്. ഉള്ളിൽ കുറേ കാണാനുണ്ട്. ഇപ്പോൾ അവിടെ എന്തോ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകണില്ല. അപ്പം നമ്മൾ ഈ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത് കേട്ടോ. അവിടുത്തെ ചില കാര്യങ്ങൾ നിങ്ങളെ കാണിക്കാനും അവിടുത്തെ ചില കാര്യങ്ങൾ നമ്മൾ ചോദിച്ചറിയാനും മനസ്സിലാക്കാനും ഒക്കെ കൂടെയാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ പോകുന്നത് മഹർ എന്ന ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലേക്കാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്കൊന്ന് പോയാലോ? വാ. കാണിക്കുന്നത് ജാമിയ സലഫിയയുടെ മറ്റൊരു ഭാഗത്താണ് കേട്ടോ ഈ ബിൽഡിംഗ് കിടക്കുന്നത്, അഥവാ നമ്മളിപ്പോൾ പറയുന്ന മഹർ എന്ന ആയുർവേദ ഹോസ്പിറ്റൽ കിടക്കുന്നത്. പക്ഷെ ഇതിൻ്റെ മുൻഭാഗത്തെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു അന്തരീക്ഷമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ കുറേ സെറ്റിങ്സ് ഉണ്ട്. അത് ഇതെന്താ ഈ ഹോസ്പിറ്റലിൻ്റെ പ്രത്യേകത എന്നും കൂടെ നിങ്ങളെ കാണിക്കാനും നിങ്ങളുമായി പങ്കുവെക്കാനാണ് ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലേക്ക് അടക്കാം. ഇത് മെഹർ ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ റിസപ്ഷനാണ്. നമ്മളിവിടെ കയറി വരുമ്പം തന്നെ നമ്മൾ കൈ സാനിറ്റൈസറൊക്കെ ഉപയോഗിച്ചിട്ടാണ് കയറുന്നത്. കോവിഡിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടുന്ന് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുന്നത്. എല്ലാ ആളുകളും അങ്ങനെ തന്നെയാണ്. അപ്പം നമുക്ക് ഇവിടുത്തെ ഉൾഭാഗങ്ങൾ കാണാം. 3 ഫ്ലോറിലാണ് ഈ ബിൽഡിങ്ങിൻ്റെ ഭാഗങ്ങൾ കിടക്കുന്നത്. ഇവിടുത്തെ ഒരു പേഷ്യൻ്റ് പറയുന്നത്, ഞാനിവിടെ വരുന്നതിന് മുമ്പ് പല ആയുർവേദ ഹോസ്പിറ്റലുകളും അതുപോലെ തന്നെ പല ചികിത്സയും ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. ഒരുപാട് വർഷങ്ങളോളായി. അവസാനം ഞാൻ എത്തിപ്പെട്ടത് ഈ മഹർ ആയുർവേദ എന്ന ഹോസ്പിറ്റലിലാണ്. ഇവിടെ വന്നപ്പോൾ ഇവർ പറയുന്നത് അവർ പോയിരുന്ന സ്ഥലങ്ങളിലൊക്കെ ഒരു തൈലത്തിൻ്റെയും അതുപോലെ തന്നെ മറ്റു ഗന്ധങ്ങൾ അവരെ വല്ലാതെ അലട്ടിയിരുന്നു. അവിടുത്തെ ആ ഒരു തൈലവും മരുന്നും ഒക്കെ ഉള്ള ഒരു ഗന്ധം അവരെ രോഗത്തെക്കാൾ കൂടുതൽ മാനസികമായിട്ട് പ്രയാസപ്പെടുത്തിയിരുന്നു എന്നാണ്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവർ പറയുന്നത് ഒരു ഉദ്യാനത്തിൽ നിൽക്കുന്ന ഒരു പ്രതീതിയായിരുന്നു ഇവിടെ വന്നപ്പോൾ എന്ന് അവർ പറയുന്നത്. നല്ല അന്തരീക്ഷം, ഇവിടുത്തെ നേഴ്സ്, ഇവിടുത്തെ സ്റ്റാഫ് ഒക്കെ ഒരു കുടുംബാംഗങ്ങളെ പോലെ പെരുമാറുകയും അതോടൊപ്പം തന്നെ ഇവിടുത്തെ വൃത്തിയും ഇതിൻ്റെ ഉള്ളിലുള്ള ഇവിടുത്തെ ഒരു നല്ല ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ലെവലിൽ തന്നെയാണ് ഇവിടുത്തെ ചികിത്സാ രീതി എന്നാണ് ഇവർ പറയുന്നത്. നല്ല ഒരു സപ്പോർട്ടീവായിട്ട് മനസ്സിനും ശരീരത്തിനും ഗുണം നിൽക്കുന്ന രീതിയിലുള്ള ഒരു ചികിത്സാ രീതിയായിരുന്നു ഇവിടെ ഇവർക്ക് കിട്ടിയതെന്നാണ് ഇവർ പറയുന്നത്. ഇവിടെ ആയുർവേദത്തിൻ്റെ ഒരു ചെറിയ പ്ലാന്റിങ് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. നമുക്ക് അറിയാത്ത കുറേ ആയുർവേദത്തിലുള്ള ഒരുപാട് സസ്യങ്ങൾ ഇവിടെ വളർത്തുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കുട്ടികൾക്കൊക്കെ കൊണ്ടുവന്നാൽ അവർക്ക് ആയുർവേദത്തെ പരിചയപ്പെടുത്തി കൊടുക്കാനും അതുപോലെ നമ്മൾ കണ്ടിട്ടില്ലാത്ത പല മരുന്നുകളെ ഇവിടെ പരിചയപ്പെടുത്തുന്ന രീതിയിൽ ചെറിയ ബോർഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കത് നോക്കി കാര്യങ്ങളെ മനസ്സിലാക്കാനും കഴിയും. അപ്പം നല്ല ഒരു അനുഭവം തന്നെ കുട്ടികൾക്ക് വരെ കിട്ടും. അതുകൊണ്ട് അങ്ങനത്തെ രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തത്. ഇവിടുത്തെ ചികിത്സ കഴിഞ്ഞ ഒരു രോഗിയെ നമ്മളിപ്പോൾ കണ്ടു, സംസാരിച്ചു. നമുക്ക് ഇവിടുത്തെ സ്റ്റാഫിനോട് തന്നെ ഇവിടുത്തെ കാര്യങ്ങൾ ചോദിച്ചറിയാം. 2 വർഷമായിട്ട് ദീർഘവീക്ഷണവും കരുതലുമുള്ള പുതിയ നേതൃത്വത്തിന്റെ കീഴിൽ പ്രവർത്തിച്ചു വരുവാണ് ഈ സ്ഥാപനം. ഇവിടെ വിദേശികളും സ്വദേശികളുമൊക്കെ ഒരുപോലെ ആശ്രയിക്കുന്ന ഒരു സ്ഥാപനമാണ്.
ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ സമാന്തര ചികിത്സാ ശാഖകളായ ആയുർവേദം, സിദ്ധ, യോഗ ഇവയുടെ എല്ലാം ചികിത്സാ രീതികളെ സമന്വയിപ്പിച്ചു കൊണ്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ ഏതു തരത്തിലുള്ള രോഗത്തിനും പരിപൂർണമായൊരു ശാന്തി നൽകാൻ സാധിക്കുന്നു. പ്രധാനമായിട്ടും ഇവിടെ വരുന്ന കേസുകൾ സന്ധി സംബന്ധമായ രോഗങ്ങൾ, ഇതിൽ തന്നെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, റൊമാറ്റോയ്ഡ് ആർത്രൈറ്റിസ്, അതുപോലെ നട്ടെല്ലിനെ ബാധിക്കുന്ന രോഗങ്ങൾ, ഗർഭാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, നാഡി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, അതുപോലെ കോവിഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള രോഗങ്ങൾ, കോവിഡ് കഴിഞ്ഞുള്ള ഡിപ്രഷൻ, മറ്റു ശാരീരിക പ്രശ്നങ്ങളെ മാറ്റി ഇമ്മ്യൂണിറ്റി നൽകാനുള്ള ചികിത്സ, മറ്റ് ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദം, എല്ലാവിധ രോഗങ്ങൾക്കും ഇവിടെ ചികിത്സ ലഭ്യമാണ്. ഇവിടെ ആയുർവേദത്തിൻ്റെ തനതായ പഞ്ചകർമ്മ ചികിത്സകളായ വമനം, വിരേചനം, നസ്യം, വസ്തി, രക്തമോക്ഷണം, അതുപോലെ തന്നെ ഒഴിച്ചിൽ, പിഴിച്ചിൽ, എല്ലാ തരത്തിലുള്ള കിഴികൾ, ജാനുവസ്തി, കടിവസ്തി തുടങ്ങിയ എല്ലാ ട്രീറ്റ്മെൻറ്റുകളും ഏറ്റവും തനതായ രീതിയിലും ഏറ്റവും ശാസ്ത്രീയമായ രീതിയിൽ ചെയ്യുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. കൂടാതെ രസായനവും വാജീകരണവും കലർപ്പില്ലാതെ തനതായ രീതിയിൽ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. 100% ജെന്യൂൻ ആയിട്ടുള്ള മെഡിസിനാണ് ഇവിടെ ഉപയോഗിക്കാറുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു സ്പാനെ കുറിച്ച് പറഞ്ഞിരുന്നില്ലേ, അതേ ഒരു ചികിത്സാ രീതി ഇവിടെ ഉണ്ട്. ഈ കാഴ്ചകളുള്ളത് ഈ ബിൽഡിങ്ങിൻ്റെ മുകൾ ഭാഗത്താണ്. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് നല്ല കാഴ്ചകൾ കാണാം, അതോടൊപ്പം തന്നെ ആസ്വദിച്ചിരിക്കാം. ഒരു വൈകുന്നേരത്തിൻ്റെ ആ തണലും അതുപോലെ തന്നെ ആ ഒരു തണുപ്പൊക്കെ ആസ്വദിച്ച് തന്നെ ഇവിടെ ഇരിക്കുക. കാരണം ഒരു മലൻ്റെ മുകളിലായതുകൊണ്ട് തന്നെ നല്ല അന്തരീക്ഷം.
പ്രമുഖരായ വ്യത്യസ്തർ നമ്മുടെ മുമ്പിൽ, അവരോട് നമുക്ക് ചോദിച്ചറിയാം. എങ്ങനെയാണ് ഈ സ്ഥാപനം നിങ്ങൾ തുടങ്ങിയത്? ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് പറയാം സാർ. ഞങ്ങൾ ആരോഗ്യരംഗത്ത് ഒരു വ്യത്യസ്തമായ സമീപനം വേണമെന്ന ഒരാഗ്രഹത്തിൽ നിന്നാണ് ഇതുപോലൊരു സ്ഥാപനത്തിന് തുടക്കമിടുന്നത്. മാനവരാശി അനുഭവിക്കുന്ന രോഗപീഠ പ്രയാസങ്ങൾക്ക് ഒരു പരിഹാരം ആവശ്യമുണ്ട് എന്നും അത് തികച്ചും പ്രകൃതിപരമായതും വേറെ ശരീരത്തിന് മറ്റ് സൈഡ് എഫക്റ്റുകളൊന്നും ഇല്ലാത്ത ഒരു ചികിത്സാ രീതികളുടെ സമന്വയമാണ് ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നത്. ചിരപുരാതനമായ ആയുർവേദവും സിദ്ധവൈദ്യവും നാച്ചുറോപ്പതിയും സമ്മിശ്രമായി സമന്വയിപ്പിക്കുന്ന മാനവരാശിക്ക് ഏറ്റവും ഗുണകരമായ, ഏറ്റവും സമാധാനത്തോടുകൂടി അവർക്ക് രോഗത്തെ മറികടക്കാനുള്ള ഒരു അന്തരീക്ഷവും കൂടി ഒരുക്കിക്കൊണ്ടാണ് ഈ സ്ഥാപനം ഞങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നത്. ഇത് ഇന്നത്തെ ഒരു മനുഷ്യൻ്റെ ഒരു സങ്കല്പം എന്ന് വെച്ചാൽ കോൺക്രീറ്റ് കാടുകൾക്കിടയിൽ വലിയ യന്ത്രങ്ങൾക്കിടയിലാണ് ചികിത്സകൾ നടക്കേണ്ടത് എന്ന ഒരു ധാരണയാണുള്ളത്. അതല്ല എന്നും നമുക്ക് നമ്മുടെ സമാധാനപരമായി തികച്ചും പ്രകൃതിപരമായ എല്ലാ അവസ്ഥകളും മനസ്സിലാക്കിക്കൊണ്ട് ആളുകൾക്ക് അവരുടെ ഭാവി ജീവിതത്തിന് കൂടി ഉപകാരപ്പെടുന്ന വിധത്തിലുള്ള ഒരു ജീവിത രീതി തന്നെ ഞങ്ങളിവിടെ തയ്യാറാക്കി കൊടുത്തുകൊണ്ട് വലിയ വലിയ രോഗങ്ങളാണെങ്കിലും ചെറുതാണെങ്കിലുമൊക്കെ അവരെ ശാന്തമായി രോഗത്തെ മറികടക്കാൻ പ്രേരിപ്പിക്കുകയും പ്രാപ്തമാക്കുകയും ചെയ്യുന്ന ചികിത്സാ സംവിധാനമാണ് മഹർ ഒരുക്കുന്നത്. ഞങ്ങളുടെ കഴിഞ്ഞ എല്ലാ വീഡിയോകൾ കാണുകയും ലൈക്ക് ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും പോരായ്മകൾ പറഞ്ഞു തരികയൊക്കെ ചെയ്ത എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഞങ്ങളൊരു നന്ദി പറയുന്നു. നന്ദിയിൽ ഒതുക്കുന്നതല്ല. നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ ഇനിയും കാണണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.